നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ അമർ കോളനിയിൽ മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥന്റെ മകൾ കൊല ചെയ്യപ്പെട്ടത് വളരെ നടുക്കത്തോടെയാണ് രാജ്യം കേട്ടത്. ഡൽഹി വീണ്ടും ഇത്തരത്തിലുള്ള അതിക്രൂര പീഡനങ്ങളുടെ ഒരു ഹബ്ബായി മാറുന്ന വാർത്ത ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഏതായാലും പ്രതിയെ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് പിടികൂടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 22 വയസ്സ് മാത്രമുള്ള ആ ഒരു പെൺകുട്ടിക്ക് അവളുടെ മരണത്തിന് മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദന അത് വളരെ വലുത് തന്നെയാണ്. ഏതായാലും പ്രതിയുമായിട്ട് തെളിവെടുപ്പടക്കം നടത്തി. രാഹുൽ മീണ എന്നാണ് പ്രതിയുടെ പേര്. വെറും 20 വയസ്സ് മാത്രമാണ് പ്രായം. രാഹുൽ മീണയുടെ സാന്നിധ്യത്തിൽ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ആ ഒരു കൊല ചെയ്യപ്പെട്ട ആ സംഭവങ്ങളൊക്കെ തന്നെ. അന്വേഷണ സംഘം കുറ്റകൃത്യം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്തുന്നതിന് ക്രൈം ഫോറൻസിക് സംഘങ്ങൾ വീടിനുള്ളിൽ 2 മണിക്കൂറിലധികമാണ് തെളിവ് ശേഖരണം നടത്തിയതെന്നും ഓരോ മിനിറ്റിലും സംഭവിച്ചത് പുനരാവിഷ്കരിച്ചുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായെന്നും സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെത്തി യുവതിയെ കൊലപ്പെടുത്തുന്നതിൻ്റെ തലേ ദിവസം രാഹുൽ ആൽവാറിൽ സുഹൃത്തിൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. ഇതുൾപ്പെടെയുള്ള സംഭവങ്ങളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ 22-കാരിയെ 22-ന് രാവിലെ ഡൽഹിയിലെ കൈലാഷ് ഹിൽസ് ഭാഗത്തുള്ള അവരുടെ വസതിയിലാണ് കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 12ാം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയ പെൺകുട്ടിയാണ് കൊല ചെയ്യപ്പെട്ടത്. IIT ഡൽഹിയിലെ പഠനത്തിന് ശേഷം സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി. ഒട്ടേറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ നർത്തകിയുമാണ്. അതായത് എല്ലാ മേഖലകളിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകളും പഠനത്തിൽ ഏറെ മിടുക്കിയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് ആ മാതാപിതാക്കൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഭാവി സ്വപ്നങ്ങൾ കണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്കടക്കം വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്തടക്കം വീട്ടിൽ അവിടെ പഠനമുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. ഒരു സഹോദരനുണ്ട്. സഹോദരൻ വേറൊരിടത്ത് ജോലി ചെയ്യുകയായിരുന്നു. കൃത്യമായിട്ട് ആ പെൺകുട്ടി മാത്രമേ ആ സമയത്ത് വീട്ടിൽ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതി ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിന് മുതിർന്നിരിക്കുന്നത്. മുമ്പ് ഈ യുവതിയുടെ വീട്ടിൽ ജോലിക്കാരനായിരുന്ന രാഹുൽ മീണ ഓൺലൈൻ ബെറ്റിങ്ങിനും ഗെയിമുകൾക്കും അടിമയായതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്കിടെ 7 ലക്ഷം രൂപയിലധികം നഷ്ടപ്പെട്ടെന്നും ഇതേ തുടർന്ന് ഇയാൾ പലരിൽ നിന്നും നിലനിൽപ്പിനായി പണം കടം വാങ്ങാറുണ്ടായിരുന്നു എന്നും വിവരമുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്നാണ് ഇയാൾ യുവതിയുടെ വീട്ടിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. യുവതിയുടെ വീടിൻ്റെ രൂപരേഖയും പ്രവേശന വഴികളും അറിയാവുന്ന ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് വീടിനുള്ളിൽ കയറിയത്. മുകൾ നിലയിലുള്ള യുവതിയുടെ പഠനമുറിയിലേക്ക് കയറിയ പ്രതി പണം ആവശ്യപ്പെട്ടു. പക്ഷെ പണം നൽകാൻ വിസമ്മതിച്ച യുവതിയെ ആക്രമിച്ചതിന് പിന്നാലെ മൊബൈൽ ഫോൺ ചാർജറിൻ്റെ കേബിൾ കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ചു. ഭാരമുള്ള വസ്തു കൊണ്ട് തലയ്ക്കടിച്ചു. ബോധം നഷ്ടപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച ശേഷം വലിച്ചിഴച്ച് താഴത്തെ നിലയിലെത്തിച്ചു. യുവതിയുടെ വിരലടയാളം ഉപയോഗിച്ച് ബയോമെട്രിക് ലോക്കർ തുറക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടതോടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി തുറന്ന് പണവും ആഭരണങ്ങളും കൈക്കലാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. യുവതിക്ക് ക്രൂരമർദ്ദനമേറ്റിട്ടുണ്ടെന്നും എയിംസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു. ബലപ്രയോഗത്തിന്റെ ഭാഗമായി മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ ഉൾപ്പെടെ മുറിവുകൾ കണ്ടെത്തി. വസ്ത്രങ്ങളും ചെരുപ്പുകളും മാറ്റിയ ശേഷം ഇയാൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹരിയാനയിലെ രേവാരിയിലേക്ക് പോകാൻ ട്രെയിൻ കയറാൻ ശ്രമിച്ചു. ട്രെയിൻ കിട്ടാതായപ്പോൾ ദ്വാരകയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. അവിടെ നിന്നാണ് അറസ്റ്റിലായത്. 1 ലക്ഷം രൂപയിലധികം പണവും മോഷ്ടിച്ച ആഭരണങ്ങളും അയാളിൽ നിന്ന് കണ്ടെടുത്തുവെന്നും പോലീസ് അറിയിച്ചു. രാഹുൽ മീണ മാനസിക വൈകൃതങ്ങൾ, അതായത് സൈക്കോപാത്തിക് ടെൻഡൻസീസ് പ്രകടിപ്പിച്ചിരുന്നതായും അക്രമാസക്തമായി പെരുമാറിയിട്ടുള്ള ചരിത്രമുണ്ടെന്നും അന്വേഷണത്തിൽ മനസ്സിലാക്കിയതായി പോലീസ് വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളെ വിശദമായ മനഃശാസ്ത്രപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനും സാധ്യതയുണ്ട്. ഒരു കാലത്ത് പഠനത്തിൽ അതീവ മിടുക്കനായിരുന്നു. 12ാം ക്ലാസ്സിൽ 90%, 10ാം ക്ലാസ്സിൽ 73% മാർക്ക് നേടിയ രാഹുൽ വീട്ടുകാരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഓൺലൈൻ ചൂതാട്ടത്തിന് അടിമയായതോടെയാണ് ജീവിതം മാറിമറിഞ്ഞത്. വിവിധ മൊബൈൽ ഗെയിമുകളിലൂടെയുള്ള ചൂതാട്ടത്തിന് പണം കണ്ടെത്താനായി സ്വന്തം മാർക്ക് ലിസ്റ്റ്, മൊബൈൽ ഫോണ്, ബൈക്ക്, വീട്ടു സാധനങ്ങൾ എന്നിവ വരെ ഇയാൾ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിരുന്നതായി പോലീസും വീട്ടുകാരും പറയുന്നു. സയൻസ് സ്ട്രീമിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കിയ മീണ അക്കാലത്താണ് ചൂതാട്ടങ്ങൾ ആരംഭിക്കുന്നത്. നഷ്ടങ്ങൾ വർദ്ധിച്ചതോടെയാണ് കളി തുടരാനായി ഇയാൾ വീട്ടു സാധനങ്ങൾ വരെ വിറ്റു. ഇയാളുടെ പിതാവ് നേരത്തെ ഡൽഹിയിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ജോലി ചെയ്തിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ചാണ് മീണ IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ 8 മാസത്തോളം ജോലി ചെയ്തത്. ഡൽഹിയിൽ താമസിച്ചിരുന്ന സമയത്ത് രാഹുൽ ചൂതാട്ടം തുടർന്നുവെന്നും വലിയ തുകകൾ നഷ്ടപ്പെട്ടതായും കടയുടമകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണം കടം വാങ്ങിയതായും പോലീസ് പറഞ്ഞു. പണം തട്ടിയതിനും പെരുമാറ്റ ദൂഷ്യത്തിനും ഇയാളെ IRS ഉദ്യോഗസ്ഥന്റെ
രാഹുലിൻ്റെ വീട്ടിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. 1.5 മാസം മുമ്പ് നാട്ടിലേക്ക് മടങ്ങിയ രാഹുൽ താൻ അവധിയിലാണെന്നും പകരക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുമാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. അപ്പോഴും ഓൺലൈനിൽ ചൂതാട്ടം തുടർന്നിരുന്നു. ഡൽഹിയിലെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾക്ക് 5 ലക്ഷം രൂപ ലഭിച്ചതായും തുടർന്ന് സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കളിക്കാൻ അവർ പ്രേരിപ്പിച്ചതായും കുടുംബം അവകാശപ്പെട്ടു. ഇതിൽ വലിയ നഷ്ടം സംഭവിക്കുകയും പണം തിരിച്ചടയ്ക്കാൻ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തതോടെയാണ് മോഷണം ലക്ഷ്യമിട്ട് ഇയാൾ ഡൽഹിയിലേക്ക് തിരിച്ചത്. പ്രതിയെ കണ്ടെത്താൻ പോലീസ് 15 ടീമുകൾ രൂപീകരിച്ചിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും പ്രതി കയറിയ ഓട്ടോറിക്ഷ കണ്ടെത്തിയതോടെയാണ് നിർണായക വിവരം ലഭിച്ചത്. ദ്വാരകയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. അറസ്റ്റിന് ശേഷവും മീണയ്ക്ക് യാതൊരു മനസ്താപവുമില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. അവൾ പണം നൽകിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. തങ്ങളുടെ മകൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നും ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് രാഹുലിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പിടിക്കപ്പെടുമ്പോഴും യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഇയാൾ ഈ പറയുന്ന ഓൺലൈൻ ഗെയിമുകൾക്കൊക്കെ തന്നെ അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇയാളെ സംബന്ധിച്ച് ഏതെങ്കിലും മാർഗത്തിലൂടെ പണം സമ്പാദിക്കാതെ മുന്നോട്ടുള്ള ജീവിതം വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ ജോലി ചെയ്ത് പണം ലഭിക്കുന്നതൊന്നും പോരായിരുന്നു. വളരെ വലിയൊരു തുക തന്നെ ഇയാൾക്ക് ഒരുമിച്ച് ലഭിക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് മോഷണം എന്നുള്ള വഴി തിരഞ്ഞെടുത്തത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകവും 20-ാം വയസ്സിൽ ഈ യുവാവ് ചെയ്തിരിക്കുന്നത്.